അങ്ങനെ ദാ കൊട്ടും കുരവിയും ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട സമയമായി. ഞാൻ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇത്തവണ വെക്കേഷന് വന്നതിന് ശേഷം കല്യാണമൊക്കെ ആയതുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വയനാട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ വയനാട്ടിൽ പോയിട്ട് 2-3 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ നേരെ മസ്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു കല്ലെടുത്ത് വെച്ച ഒരു ഫീൽ ഉണ്ടാവില്ലേ നെഞ്ചിൽ, ആ ഒരു ഫീലാണ് കേട്ടോ എപ്പോഴും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്. കഴിഞ്ഞ തവണയ്ക്ക് തെയ്യത്തിനൊക്കെ വന്ന സമയത്ത് ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ ഉടനെ നമുക്ക് വീണ്ടും നാട്ടിലേക്ക് വരാറായല്ലോ എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് അത്ര വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ഇനിയിപ്പം ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞിട്ട് നവംബർ ലാസ്റ്റ് ഡിസംബറിലൊക്കെ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പം അത്രയും ഒരു നീണ്ട ഗ്യാപ്പ് കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്കുള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെ ആ ഒരു സങ്കടം പുറത്തേക്ക് കാണിക്കാറില്ല കേട്ടോ. കടിച്ചു പിടിച്ച് അങ്ങനെ നിൽക്കാറാണ് പതിവ്. വെറുതെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അന്നും കരഞ്ഞൊരു വിധാവും. അച്ഛനും അമ്മക്കും മാളൂനും അർജുനും എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു പാറുവിനെ വിട്ടിട്ട് പോകുമ്പോഴേ. അപ്പോൾ ഇത്തവണ സങ്കടപ്പെടാൻ ഒരാൾ കൂടിയുണ്ട്, വിദ്യശ്രീ കൂടിയുണ്ട്. അപ്പോൾ അവൾക്കും നല്ല സങ്കടമായിരുന്നു. പാറുമായിട്ട് നല്ല കൂട്ടായി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ പോവുമല്ലേ. എനിക്ക് അധികം ലീവില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യശ്രീക്കും നല്ല സങ്കടമായിരുന്നു കേട്ടോ പെട്ടെന്ന് പാറുവിനെ വിട്ടു പോകുമ്പോഴേ.